അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിങ്ങളോട് പറയാനായിട്ട് തോന്നുന്ന സന്ദേശം ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുൽക്കൂട്ടിൽ ഒരു ഉണ്ണി പിറന്നതിൻ്റെ ഓർമ്മയാണ്, ആ ഉണ്ണിയുടെ പിറന്നാളാണ്, ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിവിടെ നമുക്ക് മനസ്സിലാകത്തക്ക വിധം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ണിയുടെ പിറന്നാള് ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. അത് ആഘോഷിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉണ്ണി പിറക്കുന്ന സമയത്ത് ആകാശത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കൊക്കെ സമാധാനം. സന്മനസ്സുള്ളവർക്കൊക്കെ സമാധാനം. നിങ്ങളൊന്ന് ആവർത്തിച്ചെന്റെ കൂടെ പറഞ്ഞേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പറഞ്ഞേ, സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്നാണ് അതിന്റെ വിവക്ഷ. അപ്പൊ സന്മനസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോഴൊക്കെ കുട്ടികളോട് പാരൻസും ക്ലാസ്സിലെ ടീച്ചറും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബി എ ഗുഡ് ബോയ്, ബി എ ഗുഡ് ഗേൾ, അല്ലേ? എന്തെങ്കിലുമൊക്കെ കുസൃതിയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാതെ അങ്ങനെ നിൽക്കുന്ന കുട്ടികളോടാണ് ഇങ്ങനെ ബി എ ഗുഡ് ബോയ്, ബി എ ഗുഡ് ഗേൾ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടില്ല? എങ്ങനെ കേട്ടിട്ടുള്ളവരൊക്കെ കൈവയ്ക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഗുഡ് എന്ന വാക്കിന്റെ മലയാള വാക്കാണ് നല്ലത്. കൂടി പറയുമ്പോൾ നല്ല മനസ്സ്. അപ്പൊ നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങൾ, നല്ല മനസ്സുള്ളവരായിരിക്കണം ഞങ്ങളൊക്കെ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ടിന്റെ അർത്ഥം. മാലാഖ പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങളെല്ലാവരും അങ്ങനെ സന്മനസ്സുള്ളവരായിരിക്കില്ലേ? എന്നാലാ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുള്ളൂ. എപ്പോഴും അങ്ങനെ ആയിരിക്കണം കേട്ടോ. വീട്ടിലും സ്കൂളിലും കളിക്കളത്തിലും കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുമ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നും. കൂട്ടുകാരാരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോ നമുക്ക് ചോദിക്കാൻ തോന്നും, എന്നാ പറ്റിയ കൂട്ടുകാരി, ഇന്ന് എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന കൂട്ടുകാരാണ്, അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ചോദിക്കുമ്പോ പറയാം, ഇന്ന് എന്നെ മമ്മി വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിത് പോന്നപ്പോ കാല് തട്ടി എന്റെ കാല് വേദന എടുക്കണു, ഇല്ലേ? അങ്ങനെയൊക്കെ പറയാറില്ലേ? അത് പറയുമ്പോ നമ്മള് ആശ്വസിപ്പിക്കണം. ചിലപ്പോ പേന കൊണ്ടുവരാൻ മറന്നുപോയതിനായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ 2 പേന ഉണ്ടെങ്കിൽ ഒരു പേന കൊടുക്കണം. നല്ല മനസ്സുള്ളവർ അങ്ങനെയാണ്. നല്ല മനസ്സിന്റെ ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ശ്രദ്ധയും കരുതലും ഒക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്കതൊക്കെ ഉണ്ടാവണം കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തരുന്നത് ഇവിടെ പോൾ മോനിയലിസിനോട് വന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഈ സ്കൂളിൽ കുറെ കൊല്ലം മുമ്പ് പഠിച്ചതാ. 55 കൊല്ലമായി കാണണം എൻ്റെ ഏകദേശ കണക്കനുസരിച്ച്. 1ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് കയറുമ്പോ 55 കൊല്ലം മുമ്പായിരിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ പഠിച്ചത് ഇപ്പൊ വലിയ പ്രഗത്ഭനായ അച്ഛനായിട്ട് നിൽക്കുക. ഡൽഹിയിൽ കാരിത്താസ് ഇന്ത്യയുടെ വലിയ ചുമതലയൊക്കെ വഹിച്ച് 10 കൊല്ലത്തോളം 10-12 കൊല്ലത്തോളം ആ ശുശ്രൂഷയിലായിരുന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനൊക്കെ നിങ്ങളോട് സംസാരിക്കും. പിന്നെ ബ്രദറുണ്ട്, PTA പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും ടീച്ചേഴ്സിനും പാരൻസിന്റെ പ്രതിനിധികൾക്കും OSAയുടെ പ്രസിഡന്റിനും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈ ക്രിസ്മസിന്റെ സന്തോഷവും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.